വയനാട്ടിൽ നിന്നുള്ള ഒരു ചെറിയ മോനെ, ഒരു UP സ്കൂൾ പ്രായത്തിലുള്ള കുട്ടിയെയാണ് കൊണ്ടുവരുന്നത്. അവനെ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വൈറലായിരുന്നു. ചില ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവനെ ബസ് കാത്തു നിൽക്കുകയാണ്. സ്കൂൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവൻ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ആകെ വൃത്തികേടായിട്ട് കണ്ടു. അപ്പോൾ അവൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പോലീസുകാരനത് ശ്രദ്ധിച്ചു. ഒരു പോലീസുകാരൻ ഇത് തുടക്കം മുതൽ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത് അവനിങ്ങനെ അടിച്ചവരിങ്ങനെ തിരിയുമ്പോൾ പോലീസുകാരൻ ഷൂട്ട് ചെയ്യണാണ് കാണുന്നത്. അപ്പൊ അവനാകെ നാണായി. വാർത്തയിലെ ആ ഭാഗം ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ അനീഷ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഫവാസ് ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അനീഷ് എല്ലാം പകർത്തി SIക്ക് അയച്ചു കൊടുത്തു. പിന്നെ താമസിച്ചില്ല, പോലീസ് ഉദ്യോഗസ്ഥർ TTIയിലെത്തി ഫവാസിനെ അനുമോദിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം ആ പോലീസുകാരനൊരു ബിഗ് സല്യൂട്ട് അല്ലേ? സാധാരണ പോലീസുകാർ സല്യൂട്ട് അടിക്കലുള്ളൂ. ശരിക്കും അദ്ദേഹം വലിയൊരു ദൗത്യമാണ് ചെയ്തത്. അദ്ദേഹം അത് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു വളരെ മാതൃകാപരമായ ഒരു കാര്യം വന്നത്. അപ്പം അവനോട് ചോദിച്ചു എന്താണ് എൻ്റെ കാര്യം എന്ന് വെച്ചപ്പോൾ അവനെ ഇത് അടിച്ചു വരുന്നത് ഈ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് അവൻ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ബസ് പോയപ്പോ ഇവിടെ വെറുതെ അടുത്ത ബസ് കുറച്ച് കഴിയുമ്പോ അതുവരെ ഞാൻ വെറുതെ ബോറടിച്ചപ്പോ ഞാൻ വെറുതെ അടിച്ചായിരുന്നു. എന്ത് സിൻസിയർ ആയിട്ടാണ് അവൻ പറയണേ അല്ലേ? അതല്ലാതെ അവൻ ഭയങ്കര ഡെക്കറേഷൻ ഒന്നും ഫിറ്റ് ചെയ്യണില്ല. അത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയല്ലേ അങ്ങനെ ചോദിക്കണില്ല. സിമ്പിളായിട്ട് അവിടെ കണ്ടു, ഞാനത് ക്ലീനാക്കി. അപ്പം ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ചുറ്റും നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട കുറേ വേസ്റ്റുകളുണ്ട്. വേസ്റ്റ് എന്നൊരു വലിയ വിഷയമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ആംഗിൾ നമുക്ക് ഡിസ്കഷൻ എടുക്കാനുണ്ട്. സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 ആംഗിൾ എടുക്കുകയാണ്. നമ്മളായിട്ടുള്ള വേസ്റ്റ് വേറൊരാൾക്ക് വൃത്തിയാക്കാൻ കൊടുക്കാതിരിക്കുക, നമ്മുടെ വേസ്റ്റുകളെ, നമ്മുടെ സ്പേസിലെ വേസ്റ്റുകളെ നമ്മളായി മാനേജ് ചെയ്യുക എന്നത് ചെയ്താൽ തന്നെ അത് വലിയ ദൗത്യമാണ്. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ വൃത്തിക്കും ശുദ്ധിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിലുണ്ട്. അത് വ്യക്തിപരമായ ശുചിത്വം മുതൽക്ക് ഒക്കെ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരായ അറബികളെ നഖം വെട്ടാൻ പഠിപ്പിച്ചു. ചുണ്ടിലേക്ക് ഇറങ്ങുന്ന മീശ വെട്ടി വൃത്തിയാക്കാൻ പഠിപ്പിച്ചു. ഗുഹ്യരോമങ്ങളും കക്ഷത്തിലെ രോമങ്ങളൊക്കെ ക്ലീനാക്കാൻ പഠിപ്പിച്ചു. കുളിക്കാൻ പഠിപ്പിച്ചു. ശരീരം വൃത്തിയായി കൊണ്ടു നടക്കുന്നത് അയാളുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പഠിപ്പിച്ച പ്രവാചകൻ, വേസ്റ്റ് കൊണ്ടും മറ്റുള്ളതുകൊണ്ടും ചുറ്റുമുള്ളവരെ ദ്രോഹിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രചോദനമാകണം. ഒന്ന്, അതോടൊപ്പം ആ കുട്ടിയുടെ പാരൻസിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ടാങ്കിലുള്ളതല്ലേ ടാപ്പിലുണ്ടാവുള്ളൂ, വിത്തിൻ്റെ ഗുണമല്ലേ ചെടിക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ പാരൻസ് അതിലെന്തോ ഒരു റോൾ എടുത്തിട്ടുണ്ട്. ശരിക്കും അവരോടൊന്ന് സംസാരിക്കേണ്ടതാണ്, അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. അവിടെ ഒരു ചൂല് കണ്ടു, ആ ചൂല് കൊണ്ട് അവന് നല്ല വൃത്തിക്ക് വീഡിയോയിൽ അത് കറക്റ്റ് കാണാം. വൃത്തിക്ക് ചെയ്യുന്ന പണി ഭയങ്കര വൃത്തിക്ക് അവൻ ചെയ്യുന്നു, എന്തെങ്കിലും ഒപ്പിക്കല്ല. കാരണം അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എങ്ങനെ കിടന്നാൽ പോരാ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മളിനി നമ്മളുള്ള ബസ് സ്റ്റോപ്പും നമ്മളുള്ള കടകളൊന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു എമ്പതി എന്ന് പറയുന്നത്, എൻ്റെ വേസ്റ്റൊന്നും ഞാനിങ്ങനെ ഒരു 7-ാം ക്ലാസ്സുകാരന് അടിച്ചു വാരേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇട്ടുകൊടുക്കില്ല. എൻ്റെ വണ്ടിയിലുള്ള വേസ്റ്റ് കാറിൽ അതിനൊരു സ്പേസ് ഉണ്ടാകും. എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യും. പലപ്പോഴും എന്താ വെച്ചാൽ ഈ മൂക്കൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് അത് ബസ്സുമൊക്കെ തേക്കുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഓപ്പണായി തന്നെ പറയാണ്. സ്വന്തം വേസ്റ്റുകളെ വേറുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളായി കൊടുക്കുന്ന ആളുകളെ പൊതുവേ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഈ കുട്ടിക്ക് ഇത് ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിൻ്റെ ഉത്തരവാദിത്വം ഒന്നല്ല ചെയ്യാന്നുള്ളത്. അവനത് ചെയ്യേണ്ട യാതൊരു ബാധ്യതയില്ല. പക്ഷേ അവനത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ചെയ്യുമ്പോൾ ആളുകൾ അവനെ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. അങ്ങനെയൊക്കെ ആകണം ലോകം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇതിനപ്പുറത്തുള്ള ഒന്നും ഞാൻ നിർവഹിക്കൂല. നേരത്തെ നമ്മൾ പറഞ്ഞ അവനവൻ്റെ ഉത്തരവാദിത്തം തന്നെ നിർവഹിക്കാത്തവരെ പറ്റിയാണ്. വേസ്റ്റ് അവനവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇത് പൊതുവായ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ നമുക്ക് ചെയ്യാൻ ഇടമുള്ളിടത്ത് മറ്റുള്ളവർക്കൊരു സഹായകരമാകുക എന്ന് വിചാരിച്ച് നിസ്വാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുക. ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ?
ഇല്ല. ഒന്നും കിട്ടില്ല. ചെയ്യുമ്പോൾ ഒന്നും പ്രതീക്ഷയല്ല. പിന്നീട് കിട്ടിയത് പ്രശസ്തി ഉണ്ടാകും, അഭിനന്ദനങ്ങൾ ഉണ്ടാവും, ചില സമ്മാനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലോ ചെയ്യുന്നത്. അതെ. ഇപ്പോൾ പൊതു നന്മയായ കാര്യങ്ങൾ ഒരാൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഇപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഗതി ചെയ്തു, ഇതുപോലെ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് മുതിർന്ന ആളുകളുണ്ടാവും, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ പറ്റി. അവർ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമല്ല. അതെ. ഇപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്നതിനിടക്ക് ആളുകൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു മുള്ള് അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ്, ഉം. അത് വെട്ടിയതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കും എന്നാണ് അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വഴിയിലൊരു മുള്ളാണ് അല്ലെങ്കിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന മരക്കഷ്ണാണ്, അത് വെട്ടി മാറ്റിയ സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കും. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നിശ്ചയിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രതിഫലം പരലോകത്ത് ഇനി കിട്ടും. ചെയ്യണ കാര്യങ്ങളൊക്കെ വേറൊരു വ്യക്തി അറിയണം, ഒരു വിസിബിലിറ്റി പോയിന്റിൽ വരണം എന്ന് ആളുകൾ പൊതുവെ ചിന്തിക്കും. അതാരാ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മരണത്തിന് ശേഷം എനിക്കൊരു പുണ്യം കിട്ടാനുണ്ട് എന്ന് ചിന്തിക്കാൻ അവസരമില്ലാത്തവരാണ് അത്തരമൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ എൻ്റെ സ്കൂളിലെ 2 കുട്ടികൾ ഈ കോവിഡ് കാലത്ത് കടത്തിണ്ണയിൽ ഇങ്ങനെ അലക്ഷ്യമായി കടന്ന ഒരു വയോധികന് ഭക്ഷണം കൊടുത്തു. ഇതേപോലെ ആരോ അതൊന്നും എന്ത് ചെയ്തു, ആ കുട്ടികൾ വന്ന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പുറത്തിട്ട് ചാനലിലൊക്കെ അത് വാർത്തയായിരുന്നു. അപ്പോൾ നമ്മളും കുട്ടികളൊക്കെ വിചാരിക്കേണ്ടത്, എല്ലാവരും വിചാരിക്കേണ്ടത് ഇത് വാർത്തയാകാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ എന്ത് ചെയ്യും, ആകേണ്ട വിധം അത് വാർത്തയായിക്കോളും. അല്ലെങ്കിൽ അത് ഇനി എവിടെയും വാർത്തയായിട്ടില്ലെങ്കിലും അതിന് അർഹമായൊരു പുണ്യം തീർച്ചയായും ലഭിച്ചോളും. ഇനി ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊന്ന്, സ്കൂൾ എന്ത് പ്രതികരണം ചെയ്തു എന്നുള്ളതാണ്. പെട്ടെന്ന് പോലീസ് വണ്ടി ഇങ്ങനെ ചെന്നിട്ട് ഈ കുട്ടീനെ അന്വേഷിക്കുന്നു, കുട്ടീനെ വിളിപ്പിക്കുന്നു, SI ഒരു മെഡൽ കൊടുക്കുന്നു. ശരിക്കും ഒരു വളരെ സർപ്രൈസിങ് ആണല്ലോ. അപ്പോൾ ആ സർപ്രൈസിങ് മൊമെന്റിൽ തന്നെ ആ സ്കൂളിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റി. ആ സ്കൂളിൽ ഒരു അധ്യാപകൻ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥി ഫവാസ് കുട്ടികൾക്കും സ്കൂളിനും എല്ലാം വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയിറ്റിംഗ് ഷെഡ് നാളെയും വൃത്തിയാക്കി വെക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ സ്കൗട്ട് ഗൈഡ്സ് കുട്ടികൾ അതുപോലെ DLED കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഇനി മുതൽ ഇത് വൃത്തിയായി സൂക്ഷിക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഫവാസിന്റെ പ്രവൃത്തി എന്നും ഓർക്കപ്പെടുകയാണ്. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ് അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്നൊക്കെയാണ് എന്ത് ചെയ്യുക പറയാം. അപ്പം അങ്ങനെയൊക്കെ ശരിക്കും ശീലിപ്പിക്കണം. പക്ഷേ അധ്യാപകർക്കൊന്നും ഒന്നും ധൈര്യമല്ല. കാരണം ബാലവേലയുടെ വകുപ്പ്, ചൈൽഡ് ലൈന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒന്ന് സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് അടിച്ചു വരിക എന്നൊക്കെ പറയണത് ഭയങ്കര മാരകമായ കുറ്റമായിട്ട് എന്ത് ചെയ്യും ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ പരിഗണിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ആ കുട്ടി ഒരു ചൂലെടുത്ത് അവിടെ അടിച്ചു വരി, അവൻ്റെ സ്പേസ്, അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അവൻ അടിച്ചു വരുമ്പോൾ അവൻ മാത്സും സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിക്കണേലേറെ വലിയൊരു കാര്യമാണത്. അവിടെ ഒരു ജീവിത പാഠമുണ്ട്. ആ ജീവിത പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ തലമാണ്, വലിയൊരു തത്വമാണ്. സ്കൂളിലേക്ക് വരുന്നത് ഇപ്പോൾ വിദ്യ നേടാനാണ്, അറിവ് തേടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുമ്പാണെങ്കിൽ അറിവ് തേടാൻ കുറച്ച് സെർച്ച് ചെയ്താൽ കുറച്ച് അറിവുകൾ വായിക്കാലോ എന്നുത്തരം ഉണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് അറിവുകൾ കണ്ടെത്താം, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് സ്വന്തമായി പഠിക്കാം. ഇപ്പോൾ സ്വന്തമായി വായിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട് എന്നായിരുന്നു കുറച്ച് മുമ്പുള്ള വേറെ. ഇപ്പോൾ സ്വന്തമായി വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ പല തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതിന് അയച്ചു കൊടുത്താൽ വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും ലളിതമാക്കി പറഞ്ഞു തരുന്ന, സംശയം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു തരുന്ന ഒരുപാട് AI സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അറിവ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഒരു വിദ്യാലയത്തിൽ നടക്കുന്നത്. ഇത്തരം കുറേ സാമൂഹിക ബോധങ്ങൾ ലഭിക്കുക, പ്രവർത്തന പരിചയം ലഭിക്കുക, സംസാരത്തിലെ രീതി മെച്ചപ്പെടുത്തുക, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തിയെടുക്കുക. അതിനൊക്കെ അപ്പുറത്ത് ഒരു ബെല്ല്, അടുത്തൊരു ബെല്ല്, അതിനിടക്ക് അച്ചടക്കത്തിലിരിക്കുക. അതിലൂടെ പഠിച്ചെടുക്കുന്ന കുറേ ജീവിത പാഠങ്ങളുണ്ട്. കുറേ അധികം വിമർശനങ്ങളും മറ്റൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ, പരിഹാസങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുമ്പോൾ ജീവിതം കരുത്താർജിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാലയത്തിലൂടെ അങ്ങനെ ഒരുപാട് നന്മകൾ കൂടി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഫവാസിനെ നമ്മൾ പ്രത്യേക പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഫവാസിൻ്റെ കുടുംബത്തെ നമ്മൾ പ്രത്യേകം ആദരപൂർവ്വം അവർക്കുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനും SIക്കും ആ നടപടിയിൽ അവരെയും നമ്മൾ പ്രത്യേകം പ്രശംസിക്കുന്നു. അത് വാർത്തയാക്കിയ മീഡിയകളെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കുന്നു. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ അവസരം കൊടുത്ത ആ വിദ്യാലയത്തിനും അവിടുത്തെ അധ്യാപകർക്കും പ്രത്യേകം നന്ദി.